ഹായ് നമസ്കാരം. സമൃദ്ധി കാർഷിക മേളയിലെ വീഡിയോയിൽ ഇതുവരെ കാണിക്കാത്ത കുറച്ച് കാഴ്ചകളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഒരുപാടിനം വിത്തിനങ്ങളും അതുപോലെ തന്നെ പഴയകാല നമ്മുടെ കുട്ടികൾക്കൊന്നും അറിയാത്ത ഒരുപാട് ഐറ്റം സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ ഇടയ്ക്ക് റാണിമോളുടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യലാണ് ഇതൊക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ റാണിമോള് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മുടെ തൊപ്പിക്കൊടയാണിത്. ഇന്നത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല എന്താണ് തൊപ്പിക്കൊട എന്ന്. ഒരുപാട് പേര് ഇവിടെ ഈ തൊപ്പിക്കൊടയൊക്കെ വെച്ച് ഫോട്ടോയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ റാണിമോൾക്ക് ഒന്ന് വെച്ച് കൊടുത്തതാണ്. ഇതാണ് നമ്മുടെ വിത്തുട്ടി. നമ്മുടെ വിത്ത് ഇങ്ങനെ എടുത്തുന്തണ ആ ഒരു സാധനമാണ് വിത്തുട്ടി എന്ന് പറയുന്നത്. അതുപോലെ ഏത്തക്കൊട്ട, വെള്ളം തേവുന്ന ഒരു സാധനമാണ് ഈ ഏത്തക്കൊട്ട എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ചെമ്പുകുടം. ഇന്നത്തെ കുട്ടികൾ കാണാത്ത സംഭവങ്ങളാണ് ഇതിൽ കൂടുതലും. വെള്ളിക്കോലിൻ്റെ വലിപ്പം കണ്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വെള്ളിക്കോൽ കേട്ടോ. ഇത്രയും വലിപ്പം ഉണ്ടാവും വെള്ളിക്കോലിന്. അതുപോലെ അതിൻ്റെ അടുത്ത് കിണ്ടി, നമ്മുടെ ചെല്ലപ്പെട്ടിയൊക്കെ ഇന്നത്തെ കുട്ടികൾ കാണുകയില്ല. പണ്ട് മുറുക്കാനൊക്കെ ഉള്ളവരാണ് ഈ ഒരു ചെല്ലപ്പെട്ടി ഉപയോഗിക്കുക. ഇന്ന് മുറുക്കാനുള്ളതൊന്നും കാണൂല, പക്ഷെ മറ്റു പലതും മുറുക്കുന്ന ഇതാണ് കുട്ടികൾ ഇന്ന് കാണുന്നത്. തുലാനാണ് പണ്ടത്തെ കാലത്തെ തുലാൻ തൂക്കുന്നത്. കൊട്ട, പൂവട്ടിക്കൊരു പ്രത്യേകത ഉണ്ടോ, 2 എണ്ണം കൂടിയിട്ടുള്ളതാണ് പൂവട്ടി. നായി, അടച്ചൂറ്റി, ചിലതൊന്നും എനിക്കും അറിയില്ല കേട്ടോ എന്തൊക്കെയാണെന്ന്. സേറ്, പിന്നെ നമ്മുടെ ചിരട്ടക്കയിൽ ഇപ്പോഴും ഉപയോഗിക്കും. ഇവിടെയൊക്കെ ചിരട്ടക്കയിലുണ്ട്. നമ്മുടെ പറയാണിത്. അതുപോലെ നമ്മുടെ വിത്തുകൾ കാണാം കേട്ടോ. എത്ര ഐറ്റം നെല്ലുകളാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഐറ്റം അരി നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. 1, 2, 3 ഒന്നുമല്ല, എത്രയോ ഇനം നെല്ലുകളാണ് ഇവിടെ ഉള്ളത്. നെല്ല് ശേഖരണമാണിത്. നെല്ലിൻ്റെ വിത്തുകളെ പരിചയപ്പെടുത്തൽ. ഇതിൻ്റെ പേരൊന്നും പറഞ്ഞാൽ തീരൂല കേട്ടോ. അത്രത്തോളം നെല്ല് വർഗ്ഗങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നിട്ടും നമ്മളിതാ കുറച്ച് ഐറ്റം അരി മാത്രമാണ് നമ്മൾ കാണുന്നത്. ആര്യൻ, ആദികീരായ, വൈശാഖ്, മസൂരത്ന, ഉലപ്പൂച്ചെമ്പൻ, ഓക്കപ്പൂഞ്ച, അങ്ങനെ ഒരുപാട് ഐറ്റം നെല്ലൈറ്റം തന്നെ ഉണ്ട്. ഇതൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. മെയിനായിട്ടും എനിക്ക് കാണാൻ ഇഷ്ടമുള്ളതും അതുപോലെ കുട്ടികളെ കാണിക്കാൻ ഇഷ്ടമുള്ളതും ഒരു നെല്ല് വർഗ്ഗങ്ങളും അതുപോലെ തന്നെ നെല്ല് ഇനങ്ങളും അതുപോലെ പച്ചക്കറി വർഗ്ഗങ്ങളും ഒക്കെയാണ്. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാഴ്ചകളാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റു വിത്തിനങ്ങളും ഉണ്ട് ഇവിടെ. നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെ അവിടെ വെച്ചതാണ്. അതുപോലെ പനിവരക്, ചാമ, രാഗി, മണിച്ചോളം, തിന, വരക്, ബജറ, അങ്ങനെയുള്ള ചെറുധാന്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ തേങ്ങയിൽ വലിയ ഐറ്റംസ് തേങ്ങയും ചെറിയ ഐറ്റംസ് തേങ്ങയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കാണേണ്ട കാഴ്ചകളാണ്. നമ്മൾ തേങ്ങ ഒരിനം മാത്രമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കാണുക. അതുപോലെ തന്നെ ആമക്കാട്, കപ്പ, ഇത് വലുതാണ് കേട്ടോ, ഈ ഫോട്ടോയിൽ കാണുമ്പോഴൊന്നുമല്ല. അതുപോലെ ഈ ഇളവൻ തന്നെ എൻ്റെ കൈ ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ മുട്ടിൻ്റെ അതിലേറെ നീളമുള്ള ഒന്നായിരുന്നു ഈ ഒരു ഇളവന്. പിന്നെ നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, കപ്പക്കാച്ചിൽ, അതുപോലെ തന്നെ പാൽച്ചേമ്പ്, ചേലൻ ചേമ്പ്, മഞ്ഞക്കൂവ, ഒരുപാട് ഇനം ചേമ്പ് ഐറ്റംസും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ചേമ്പ്, അതുപോലെ നമ്മുടെ കാച്ചിൽ, പലതരം കാച്ചിലൈറ്റും ഇവിടെ പ്രദർശനത്തിനായി വെച്ചിരുന്നു.
ഞാൻ എവിടെ ചെന്നാലും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാനാണ് ഞാൻ ആദ്യം എത്തുക കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളോടൊരു പ്രത്യേക താല്പര്യമാണ്. വെള്ളക്കൂവ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിലാത്തിക്കൂവയാണ് കേട്ടോ. നാട്ടുകാച്ചിൽ, ആറാട്ട് പുയക്കണ്ണൻ, ഇത് ചേമ്പാണ്. മക്കളെ പോറ്റി, നമ്മൾ എല്ലാം നമുക്ക് ചേമ്പ് തന്നെയല്ലേ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പേരുകൾ കേൾക്കുമ്പോഴാണ്, ഓരോരോ പേരും കേൾക്കുമ്പോഴാണ് എല്ലാത്തിനും വേറെ വേറെ പേരുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതുപോലുള്ള പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.